നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ അല്ല വൈകിട്ടാവാറായി. നമ്മൾ ജിമ്മിൽ ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യുമായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ജിമ്മിൽ വെറുതെ കുറേ നേരം ഇരുന്ന് ഇപ്പോഴാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് തോന്നി എല്ലാവരുടെയും വീട്ടിൽ ഗെയിമിംഗ് റൂമുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരുടെയൊക്കെ വീട്ടിൽ. എൻ്റെ വീട്ടിൽ മാത്രം ഗെയിമിംഗ് റൂമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്കൊരു ഗെയിമിംഗ് റൂം വേണം. അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് മറ്റേ കൺസ്ട്രക്ഷൻ സൈറ്റില്ലേ, അവിടുത്തെ ഏതൊരു എൻ്റെ മാനേജറും കണ്ടാന്ന് തോന്നുന്നു, എടുത്തു വന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്തു തരണം, ചെയ്തൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരുന്നു. ഇവിടെ ഇവിടെ ഗെയിമിംഗ് റൂമിൻ്റെ സെറ്റപ്പാണ്. ഇവിടെ ആക്ച്വലി പണിയുമാണ്. പക്ഷേ അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പ്രവേശനമില്ല. അകത്ത് കയറിയാൽ പണി കിട്ടുമെന്ന് പറഞ്ഞു. കാരണം കുട്ടിയും എന്താണ്ടൊക്കെ ഇട്ടുകൊണ്ട് വെച്ചേക്കുവാണ്. അതിൽ JCBയും കാര്യങ്ങളും അവിടെ കിടപ്പുണ്ട്. ബട്ട് അവരൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു പിക്കപ്പ് വല്ലതും വേണ്ടി വരും സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഒരെണ്ണം മേടിക്കാനോ ഇല്ലെങ്കിൽ വാടകയ്ക്ക് ഞങ്ങൾ റെൻറ്റിന് എടുക്കാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ റെൻറ്റിന് അങ്ങനെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ കുറേ എടുത്ത് നോക്കി, അവിടെ ഒന്നും റെൻറ്റിന് വണ്ടിയില്ല. അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടനും കൂടെ ഓണാക്കിയാൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യും? നമുക്കൊരു പിക്കപ്പ് വേണം. പിക്കപ്പ് എങ്ങനെ ഇവിടെ ഉണ്ടോ? അധികം ഇല്ലെന്ന് തോന്നുന്നു. ഷോറൂമിൽ ഞാൻ പോയിട്ട് വന്നതല്ലേ, അവിടെ ഇല്ല. അപ്പം നമുക്ക് ഒരു ഐഡിയ. ഇത് പോലീസ് സ്റ്റേഷനല്ലേ? പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ കൊണ്ടിടുമല്ലോ, പിടിച്ച വണ്ടികൾ. അതിൽ വല്ല പിക്കപ്പ് വല്ലതും ഉണ്ടോ എന്ന് നോക്കി നോക്കാം. നമുക്കിവിടെ നൈസിന് അവിടെ ഒരാളുണ്ട്. ഓടിക്കോ, കാണല്ലേ, എന്നെ ഇതുവരെ കണ്ടില്ല. നോക്കുന്നുണ്ട്. കണ്ടെങ്കിൽ റെഡി വെച്ചേനെ ഉറപ്പാ. എന്തായാലും നോക്കി നോക്കാം. ഓക്കെ. ഗായ്സ്, അപ്പോൾ ഇവിടെ ഒരു പോലീസേ ഉള്ളോ? ഒരു പോലീസ് തന്നെയും കിടക്കുന്നു. ഇത് മറ്റേ ഹയാബൂസ. ഇവിടെ നമ്മളെ വെറുതെ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയതാ ഇവിടെ വല്ല പിക്കപ്പോ വല്ലതും ഉണ്ടോ എന്ന്. പിക്കപ്പ് മാത്രമല്ല ഗൈസ്, മറ്റേ പോർഷയല്ലേ? എൻ്റെ മോനെ, നമുക്കിതൊക്കെ അങ്ങ് സ്റ്റീൽ ചെയ്തില്ലായി പെട്ടെന്ന്. കാരണം ഒറ്റ പോലീസേ ഉള്ളൂ, അങ്ങനെ ആരും അറിയത്തില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നൈസിന് ഒന്ന് ഒരു പിസ്റ്റൾ എടുക്കണം. അല്ല, ഇത് മതി. ഇതാവുമ്പോൾ ഇച്ചിരി പവറാണ്. അയ്യോ, കണ്ട് അമ്മേ, ഇന്ന് സ്റ്റാച്ചു ആണോ ഗൈസ്? ആ വീഡിയോക്കെ അല്ലേ? ചത്ത് ആരും കണ്ടില്ല. ഒരു കാട്ടുകാരൻ പോകുന്നേ ഉള്ളൂ. ഇയാളുടെ പോക്കറ്റ് ചെയ്യുമ്പോൾ കുറേ എൻ്റെ മോന് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് മാറിക്കിടയിടാം അങ്ങോട്ട്. ഇനി ഒരു താക്കോലും കൂടെ വേണമല്ലോ, ആ പോർഷേൻ്റെ. ഗൈസ്, ഇവിടെ ഇരിപ്പുണ്ടല്ലോ താക്കോല്. ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നേരെ ആദ്യം നമുക്ക് ആ പിക്കപ്പ് എടുത്തുകൊണ്ട് ഉമ്മാർക്ക് ഇട്ട് കൊടുക്കാം. ഉമ്മാർ അയ്യോ, ഇതെന്താ പറ്റിയേ? ഇവിടെ അങ്ങാണ്ട് ഇൻവിസിബിൾ ഡോർ അങ്ങാണ്ട് ഉണ്ടായിരുന്നടോ. ഞാൻ അറിയാതെ വന്നതാണ്.
ഇനിയിപ്പോൾ നമ്മുടെ മാജിക് മൊബൈല് കയ്യിലുണ്ടോ? ഉണ്ട്. എൻ്റെ പൊന്നെ, അത് ഭാഗ്യം. നമ്മുടെ കയ്യിലൊരു മാജിക് മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഭയങ്കര ഭാഗ്യമായിപ്പോയി. അപ്പോൾ നമുക്ക് 111 അടിക്കുമ്പോൾ സൈക്കിൾ വരും. കൊള്ളാലോ. സൈക്കിൾ എവിടെയാണോ വന്നിരിക്കുന്നത്, അത് കൊള്ളാം. കൊള്ളാടെ, നല്ല ഇജാതി സംഭവമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? അതെന്തോ ഒരു മാജിക്കൽ ഡോറ് സംഭവം അവിടെ ഉണ്ട്. അതോ ഗ്ലിച്ചടിച്ച വല്ലതുമാണോ? ഓക്കെ, സെറ്റ്. നമ്മളിറങ്ങി. എനിക്ക് ഈ മാജിക്ക് ഇത് ഫോണില്ലേ, എനിക്ക് ഒരിടത്തുനിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ആദ്യമേ നമ്മുടെ ഹമ്മർ എടുത്താൽ എന്നിട്ട് തീരുമാനിക്കാം. പോർഷെ ഞാൻ എന്തായാലും എടുക്കാൻ പറ്റുമെങ്കിൽ. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ലെങ്കിൽ എൻ്റെ കമ്പനി എനിക്കറിയാം. ഇതിൻ്റെ കമ്പനിയുടെ പേര് ഹമ്മർ എന്നാണ്. ഹമ്മർ നിങ്ങൾക്കറിയായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾക്ക് ഈ വണ്ടിയാണോ ഇഷ്ടപ്പെട്ടത്, അതോ മറ്റേ പോർഷെയാണോ ഇഷ്ടപ്പെട്ടത്? ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേരെ. എന്നാൽ പോർഷെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്കും കൂടെ ചെയ്തേരെ വീഡിയോയ്ക്ക്. ഗൈസ്, ഇത് വളരെ വളരെ ശ്രദ്ധിച്ച് പോവൂ. എന്തൊരു വണ്ടിയാണ് ഇത്! ഇതിൻ്റെ കളർ പറ്റുമെങ്കിൽ മാറ്റണം കേട്ടോ, ഡാർക്ക് ആയതുകൊണ്ട് എന്തോ. ഇത് പിന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരല. അയ്യോ, വഴി തെറ്റി. ഗൈസ്, നമുക്ക് മറ്റേ ഇതിൻ്റെ വീട്ടിൻ്റെ ബാക്കിലില്ലേ, നമുക്ക് കയറാൻ ഒരിക്കലും പറ്റത്തില്ല. കയറിയ പണി നടക്കത്തില്ലെന്നാണ് പറയുന്നത്. എന്തെങ്കിലും പൊളിഞ്ഞ് വീണു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ വലിയൊരു റൂമിലാണ് നമ്മൾ സംഭവം എല്ലാം ചെയ്ക്കുന്നത്. ഇവർ പറഞ്ഞേക്കുന്നത് പണികളല്ല അവർ തനിയെ ചെയ്തോളാന്ന്. അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട്. ഹലോ ചേട്ടന്മാരെ, ഞാൻ മറ്റേ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആടാ മോനെ, നീ കൊണ്ടുവന്നു. നീ ഇട്ടിട്ട് പോയിക്കോ, താക്കോലൊക്കെ അതിലിട്ടിട്ട് പോയിക്കോ, കുഴപ്പമില്ല. ഞങ്ങൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. ശരി ഗൈസ്. അപ്പോൾ ഈ ജോലി ചെയ്യുന്നവരൊക്കെ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. അവിടെ എന്തുകൂടെ ഒരു ഇടിയൊക്കെ കേൾക്കുന്നത്, മഴയെങ്ങാനും പെയ്യോ? ഇന്നത്തെ അന്തരീക്ഷം ഭയങ്കര മോശമാണ്. നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ട് ഇറങ്ങിയത്. വേറെ വല്ലവരും ഞാൻ ഇതെടുത്തില്ലായിരുന്നു. ഇതാകുമ്പോൾ അധികം തണുപ്പ് കിട്ടത്തില്ല. ഇത് ഭയങ്കര ഇതാണ്. ഇതാണ് നമ്മുടെ പുതിയ നെയ്ബേഴ്സ് കേട്ടോ. പറയാൻ പറ്റുമോ? പക്ഷേ ഇവർക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഇത്രയുള്ള ചെറിയ വീടാണുള്ളത്. ഇവൻ്റെ കാറ് കണ്ടില്ലയോ? ഇവൻ്റെ കാറ് ഞാൻ ഇടിച്ചങ്ങ് കൊല്ല. ഇവനൊരു ചെറിയ വീടാണെങ്കിലും അവൻ ചത്ത്. എത്രയേ ഉള്ളൂ, ചത്തയൊന്നുമില്ല. തിമറിന ബോധം കെട്ട് വീണേ. പിന്നെ ഭയങ്കര കുഴപ്പമാണ് ഗൈസ്. അവന് ഏതാ വണ്ടി ഇരിക്കുന്നതെന്നറിയാം. അവൻ്റെ കയ്യിൽ ഒരു ലംബോർഗിനിയുടെ എന്തൊരു കൺസെപ്റ്റ് മോഡൽ വണ്ടിയാന്ന് തോന്നുന്നു. ലംബോർഗിനിയുടെ ഒരുമാതിരി ലുക്ക്. പക്ഷേ അയ്യോ, ഈ പോലീസുകാരെ എന്താടാ ചത്തില്ലായിരുന്ന? ഹലോ മച്ചാനേ. അങ്ങനെ അവരെയും കൊന്നു. അയ്യോ, നേരത്തെ പോലെ കയറി പോവല്ലേ. അത് മതി. നാളെ ഇങ്ങോട്ട് നീക്കി സൈക്കിള്. ഓ സൈക്കിളിന് ഭയങ്കര പവറ്. ഇനി ബാക്കിൽ വല്ലതും നിൽപ്പുണ്ടോയെന്ന് അറിയില്ല. പോലീസിന് വണ്ടിയും കിടപ്പുണ്ട്, ഒരു ബൈക്കും കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? 2 വണ്ടിയല്ലേ. അപ്പം നമുക്ക് ഈ നൈസിന് പോർഷെ കടിച്ചു. അയ്യോ, നൈസിന് ഇടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളർ കൊള്ളാം കേട്ടോ. ഞാൻ മാറ്റുന്നൊന്നുമില്ല.
ബട്ട് എനിക്ക് ആ ഹയാബൂസ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഹയാബൂസേനേക്കാളും നല്ലൊരു വണ്ടിയാണ് എൻ്റെ കയ്യിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാമെങ്കിൽ അറിയായിരിക്കുമല്ലോ അല്ലേ അറിയാവൂടെ? അപ്പോൾ ഗൈസ് നമുക്ക് പെതുക്കെ അങ്ങോട്ട് കയറ്റാം. നിങ്ങൾക്ക് എൻ്റെ ബൈക്ക് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? ഇതോ കിടക്കുന്ന നമ്മുടെ കാവസാക്കി നിഞ്ച H2R. ഹയാബൂസേനേക്കാളും ഒരു ഭയങ്കര സൗണ്ടെന്ന് സ്പീഡായിരിക്കും അതിനുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഇനിയിപ്പോൾ ആരും അറിയത്തൊന്നുമില്ല. കാരണം ആ പോലീസ് സ്റ്റേഷനിൽ കുറേ പേര് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ വിഷയേനെ എന്തോ പറ്റിയെന്തോ. ബട്ട് നമുക്കൊരു കൂട്ടുകാരനുണ്ട് പോലീസിൽ, അതുകൊണ്ട് വലിയ വിഷയമില്ല. അവിടെ അവിടെ ക്യാമറ ഉണ്ടേ പറഞ്ഞ കണക്കിന് അതിൽ എന്നെ കണ്ടു കാണും ആ പോലീസുകാരെയൊക്കെ വെടിവെച്ച് അവർ കണ്ടെങ്കിലോ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചങ്ങ് പറഞ്ഞേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയുണ്ട്. അവൻ പറഞ്ഞു എന്തോ ഒരു സ്പെഷ്യലായിട്ട് എന്തോ ഏതൊരു മനുഷ്യനാണെന്നോ ആണാന്നോ പെണ്ണാന്നോ അറിയാത്തതുകൊണ്ടാണ് ഞാൻ മനുഷ്യനെന്ന് പറഞ്ഞത്. ആരെയോ കൊന്നിട്ടുണ്ട്. അപ്പോൾ അതാ എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി അവൻ തെളിവെടുപ്പിനും കണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടീമാണ് അവിടെ പോയേക്കുന്നത്. അപ്പോൾ ഒരാളെ നിൽപ്പുള്ളായിരുന്നു. അവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആരാണ്ട് വെടിവെച്ചു എന്നും പറഞ്ഞ് അവർ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. അപ്പം ഞാനേ വെറുതെ നിൽക്കുമല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഓക്കെ ലംബോർഗിനിയും കൊണ്ടൊക്കെ നടക്കുന്നവൻ അതായത് കിടക്കട്ടെ, ഒരു വൈബല്ലേ ഇതൊക്കെ. എൻ്റെ വണ്ടിയുടെ ചില്ല് വരെ പൊട്ടിച്ച്. ഇത് പുക വരണം. ഓക്കെ, ഇനി അവൻ പോട്ടെ. തീയൊന്നും വരുന്നില്ലല്ലോ അല്ലേ? എടാ അവൻ വീണ്ടും പോകുന്നടാ. പൊട്ടിക്കണോ? വേണ്ട, പാവടാ, ജീവിച്ചു കൂട്ട്. നമുക്കാണെങ്കിൽ അങ്ങനെയൊക്കെ പൊട്ടിക്കാം, ഒരു വിഷയമില്ല. എനിക്ക് അങ്ങനൊരു മൈൻഡാണ്. ഇവിടെ മറ്റേ അവൻ്റെ കാറുണ്ടാ വെടിവെച്ചാലോ അവൻ്റെ ഒരു ഒരു വാട്ട വീടാണ്. അതുകൊണ്ട് ഒരു കാർബോർഡ് വെട്ടി വെച്ചേക്കുന്ന പോലെ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് കയറി നോക്കിയാലോ വീട്ടിൽ ഉണ്ടെങ്കിൽ. എന്താ കയറാത്തത് നമ്മൾ? ഗ്യാസ് സ്റ്റൗവാ? അതിന് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ അവൻ തന്നെ ഉണ്ടാക്കുമോ? ഇല്ല, നമ്മൾ തന്നെ ഇവിടെ എൻ്റെ അമ്മ അതിന് പേരും മറന്നുമല്ലേ. ഹോട്ടലിലൊക്കെ പോയാണ് നമ്മൾ കഴിക്കുന്നത്. ക്ലോസറ്റ് എന്തുവാടെ ഇത്? എന്തൊരു ക്ലോസറ്റ് ഇവന് ഭയങ്കര പൈസ ഉണ്ട്. നമുക്കെന്നാ ഒരു കാര്യം ചെയ്താലോ, നൈസിന് ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. തലയിടിച്ചിരുന്നു. സദാമാൻ. നിങ്ങൾക്ക് സദാമാൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി കാണത്തില്ലല്ലേ? സദാമാൻ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, സമാധാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് സദാമാൻ എന്നായി. അതെന്തൊരു ഇത്. ഓക്കെ, നമുക്കൊരു ബാഗ് എടുത്തിടാം. അത് നമ്മുടെ മാജിക് ഫോൺ അത്രേ ഉള്ളൂ. മാജിക് ഫോണൊക്കെ വിഷയമാണ്. വലുത് അല്ല, ഇത് വേണ്ട, കിടക്കട്ടെ. ഇത്രയും പൈസയൊക്കെ കിട്ടുമെന്തോ. ഇതിനകത്ത് കുറച്ചുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിലുണ്ട്.
മൊത്തം 500ൻ്റെ കുറേ നോട്ടാണല്ലേ. ഒരു 2-3 കെട്ടുണ്ട്. അതായത് ഭയങ്കര വെയിറ്റ്. എൻ്റെ പൊന്ന് ഗായ്സ്, ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. ഈ പെട്ടിയിലെ ഗോൾഡ് വരെ ഇരിക്കുന്നു. എല്ലാം എടുക്കാം നമുക്ക്. എൻ്റെ മോനെ, നമുക്ക് കാലിയാക്കാം. ഓക്കെ സെറ്റ്. ഇനി അവനെ കുറേ ഡാൻസും ഓരോന്ന് DJ പാർട്ടിയൊക്കെ നടത്തുമല്ലോ അവനിപ്പോൾ എവിടെ പോയേക്കുമെന്ന് തോന്നുന്നു. പക്ഷെ ഇവൻ്റെ വീട്ടിൽ കഥ പോലും ഇല്ല. അയ്യേ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലും കഥവും കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ആരാണ്ട് വിളിച്ചായിരുന്നല്ലോ. നമുക്ക് ആ നമ്പറിലൊന്ന് തിരിച്ച് വിളിച്ചു നോക്കിയാലോ? ആരാന്നറിയത്തില്ല. അപ്പോൾ ഗൈസ്, വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ പണിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറിക്കോന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർ ഈ സാധനമൊന്നും മാറ്റിയില്ലല്ലോടേ. പക്ഷെ അവർ നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ JCB ഒക്കെ ഞങ്ങൾ പുറത്തോട്ട് ഞങ്ങളുടെ ആ സ്ഥലത്തോട്ട് ഇട്ടാൽ മതി. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇനി അവിടം വരെ പോകണമല്ലേ. നമുക്ക് ഇതങ്ങ് അവിടെ വെച്ചിട്ട് വരാം. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇതിൻ്റെ അകത്തിട്ടാലോ പൈസ. അപ്പോൾ എല്ലാവരും വിചാരിക്കും വേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരുത്തനും പൈസ എടുക്കത്തില്ല. പറഞ്ഞ കണക്കിനെ എൻ്റെ ബാത്റൂമിൻ്റെ അവിടെ ഇതുപോലൊരു വേസ്റ്റ് ബിൻ ഉണ്ടായിരുന്നു. ഇനി അതിലും എന്നെ പോലെ അവൻ പൈസ ഇട്ടിട്ടുണ്ടോ എന്തോ. എന്തേലും ചെയ്തിട്ട് ഇമാർ അതേപോലെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തല്ലോ വണ്ടി. കൊള്ളാമല്ലോ. നമുക്കെന്നാലും വണ്ടി എടുത്ത് ബാക്കിലോട്ടിടാം. കയറാൻ വഴിയില്ല, അതാണ്. നമ്മൾ ചാടിയൊക്കെ പോകേണ്ടി വരും. നമുക്കിപ്പോൾ കുറേ വണ്ടിയായല്ലേ. ഇനി ഇതൊക്കെ മഴയെങ്ങാനും പെയ്ത് മഴയത്ത് കിടന്ന് നനയുക, അത്ര അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ കയറുന്നു. എൻ്റെ മോനെ, വിഷയം എന്ന് വെച്ചാൽ വിഷയം. ഇവിടെ ഇതൊക്കെ ഒരു സെറ്റ് ഇരിപ്പുണ്ട്. എൻ്റെ മോനെ, ഇതാണ് നമ്മുടെ മെയിൻ സാധനം, PlayStation. ടാൻഡടാൻ. പക്ഷേ ഇവർ മേടിച്ചു വെച്ച ഇതില്ലേ, കസേര, നമ്മളെക്കാളും വലുതാണല്ലോ ഇവിടെ. എന്തേലും ആയിട്ട് ഇപ്പോൾ കളിക്കാനൊന്നും സമയം നേരമൊന്നുമില്ല. നമുക്ക് ആദ്യം ഇവിടൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ പിന്നെ എന്തോ ഒരു സാധനം, ഇത് ഫാനാണോ? എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട് അവർ. നമുക്ക് വിളിച്ച് ചോദിക്കാം. ഇവിടെ പിന്നെ ലൈറ്റ്, ഇവിടെ എന്തോ കറങ്ങുന്ന എന്തൊരു ജനറേറ്റർ പോലെ, ജനറേറ്ററൊന്നുമില്ല, വേറെ എന്തോ ഒരു സാധനം. ഗെയിമിങ് റൂമിന് പറ്റി എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ എനിക്ക് ഗൈസ്, എൻ്റെ ഈ ഗെയിമിങ് റൂം, പുതിയ ഗെയിമിങ് റൂമാണെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു ഗൈസ്, സത്യം. നമ്മുടെ പുതിയ ഗെയിമിങ് റൂം, നമ്മുടെ പിന്നെ ഹമ്മർ, പിന്നെ ഞാൻ പോർഷയൊക്കെ വിൽക്കും. ചിലപ്പോൾ ഇത് ഞാൻ വിൽക്കും. എനിക്കിങ്ങനെ കുറേ കാർ ഇരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ആകെ ഒറ്റൊരു കാറ്. ഓക്കെ, നമുക്കിത് എപ്പോഴേ അങ്ങ് കൊണ്ട് വിറ്റാലാ? വേണ്ട, ഇവിടെ ഒരു ദിവസം 2 ദിവസമൊക്കെ കിടക്കട്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനും കൂടെ വരും. അപ്പോൾ ബൈ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്.
ഓക്കെ ബൈ.